ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സജഷൻസ് ജോബ് വേക്കൻസി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസിയുടെ അപ്ഡേഷനുമായിട്ടാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകും. ഫസ്റ്റ് വേക്കൻസി വന്നിരിക്കുന്ന ഒരു ഹൗസ് മെയ്ഡിന്റെ വേക്കൻസിയാണ്. അത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്മോൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലിയിലോട്ടാണ് അവർ വിളിച്ചിരിക്കുന്നത്. അവർ സാലറി പ്ലസ് ഇൻഷുറൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. അത് ലൊക്കേഷൻ വന്നിട്ട് മറീനയാണ്, ദുബായ് മറീനയിലാണ് ഇത് പറഞ്ഞിരിക്കുന്ന വേക്കൻസി. അത് പിന്നെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പൊ 2 days വീക്കിലി ഓഫ് ഉണ്ട്, ബാക്കിയുള്ള ദിവസമാണ് വർക്കിംഗ്. സാലറി കാര്യങ്ങൾ അവർ പിന്നീട് ഡിസ്കസ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അവരൊരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ ഒരു ഹൗസ് മെയ്ഡിന്റെ വേക്കൻസി ആണ്. ഹൗസ് മെയ്ഡ് ഹെൽപ്പർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ഡിസ്കവറി ഗാർഡൻ സ്ട്രീറ്റ് 8 അവർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ടൈമിംഗ് അവർ പറഞ്ഞിട്ടുണ്ട്, മോർണിംഗ് 10 to 4 ആണ് ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ നമുക്ക് വർക്കിംഗ്. അതിൽ മെയിനായിട്ട് ഡ്യൂട്ടീസ് അവർ പറയുന്നത് ക്ലീനിങ്, ലോണ്ടറി, മാനേജ് ഹോം, ഇതൊക്കെയാണ് അവർ കൂടുതലും എടുത്ത് ഡ്യൂട്ടീസിന്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ അവർ തന്നിരിക്കുന്ന ഒരു വാട്സപ്പ് നമ്പറാണ്. ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ചിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി വാലുവേഷൻ ട്യൂട്ടറിൻ്റെതാണ്. അത് അവർ മസ്റ്റ് ഹാവ് എക്സ്പെർട്ടൈസ് ഇൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് വാലുവേഷൻ ആണ് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അവരൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡിയിലോട്ട് CV അയച്ചു കൊടുക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഒരു MOH ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡെന്റൽ അസിസ്റ്റന്റിനെയാണ് വിളിച്ചിരിക്കുന്നത്. അത് ഒരു മെഡിക്കൽ സെന്റർ ആയിട്ടുള്ള അജ്മാൻ ബേസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സെന്ററിലോട്ടാണ് ഈ വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് ക്ലിനിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവരെയാണ് അവർ കൂടുതലും നോക്കുന്നത്. ഇതിനും അവരൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. മെയിൽ ഐ ഡിയിലോട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ടാണ്. റേ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കമ്പനിയിലോട്ടാണ് വേക്കൻസീസ്. അത് അവരൊരു കുറച്ചേറെ വേക്കൻസീസ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വന്ന വേക്കൻസി എന്ന് പറയുന്നത് പ്രോജക്ട് മാനേജേഴ്സിന്റെയാണ് വേക്കൻസി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മാനേജേഴ്സിന്റെ വേക്കൻസിയാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് സൈറ്റ് മാനേജേഴ്സിന്റെ വേക്കൻസിയാണ്. ഫോർത്ത് വണ് എസ്റ്റിമേറ്റർ ഓർ ക്യൂവേഴ്സ് ആണ്. ദെൻ ഫിഫ്ത്ത് വണ് ആർക്കിടെക്ചറിന്റെ വേക്കൻസിയാണ്. സിക്സ്ത് വണ് ഡ്രാഫ്റ്റ്മാൻ ആണ്. സെവൻത് വണ് സേഫ്റ്റി ഓഫീസർ. ആൻഡ് 8th വൺ ഫിലിപ്പിന DC കം റിസപ്ഷനിസ്റ്റ് ആണ്. അതിപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് പറ്റത്തില്ല. ബാക്കി ഈ 7 വരെയുള്ള വേക്കൻസീസ് നമുക്ക് ഇന്ത്യക്കാർക്കും പറ്റുന്ന വേക്കൻസീസ് ആണ്. ഇതിൽ അവർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. സോ ആ മെയിൽ ഐ ഡിയിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ കൂടെ നമ്മൾ സബ്ജക്ട് ലൈനിൽ ഏത് പൊസിഷനാണോ അപ്ലൈ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കണം. അടുത്ത നമുക്ക് വന്നിരിക്കുന്ന ഒരു വേക്കൻസി HMEP കോൺട്രാക്ടിംഗ് LLC എന്ന് പറയുന്ന ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ടാണ്. അത് കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ട്, സൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഉണ്ട്. അതിൽ ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള വേക്കൻസിയിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ടെക്നിക്കൽ എഞ്ചിനീയർ ആണ്. അത് ഫീമെയിൽസിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ദെൻ സിവിൽ എഞ്ചിനീയർ, അതും ഫീമെയിൽ ആണ്. ദെൻ പ്ലാനിംഗ് എഞ്ചിനീയർ, അത് ഫീമെയിൽ ഓർ മെയിൽ പറയുന്നുണ്ട്. ദെൻ ആർക്കിടെക്ചറൽ എഞ്ചിനീയർ ആണ്, അത് ഫീമെയിൽ ആണ് വരുന്നത്. ഇത്രയും വേക്കൻസീസ് ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള വേക്കൻസീസിന് അവർ പറയുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 4 to 6 years എക്സ്പീരിയൻസ് ആണ്. അതായത് UI ബേസ്ഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ്. അതിൽ അവർക്ക് വിളിച്ചിരിക്കുന്നത് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ സേഫ്റ്റി എഞ്ചിനീയർ. അടുത്തത് സ്റ്റോർ കീപ്പർ. നെക്സ്റ്റ് വണ് സൈറ്റ് എഞ്ചിനീയർ ഓർ പ്രോജക്ട് എഞ്ചിനീയർ. ഇത്രയും വേക്കൻസീസിന് സൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ പൊസിഷൻ വന്നിരിക്കുന്നത് 2 to 4 years ഓഫ് എക്സ്പീരിയൻസ്, ദുബായ് ബേസ്ഡ് എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. ദെൻ ഇത്രയും വേക്കൻസീസ് ഈ ഒരു കമ്പനിയുടെ അണ്ടറിലോട്ടാണ്. അതിൽ അവർ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട്. അതല്ലാണ്ട് കൂടുതൽ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അത് കോൺടാക്ട് ചെയ്യാൻ കോൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്ന നമ്പർ. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ എൻക്വയറി ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന വേക്കൻസി BIM ആൻഡ് CAD പ്രൊഫഷണൽസിനെയാണ്. UAE പറയുന്നത്. അത് ഫസ്റ്റ് വൺ പറയുന്നത് ആർക്കിടെക്ചർ BIM മോഡലേഴ്സ് ഓർ BIM ആർക്കിടെക്ടേഴ്സിനെയാണ് വിളിച്ചിരിക്കുന്നത്. ജോബ് ലൊക്കേഷൻ വന്നിട്ട് ഷാർജയിലാണ്. അതിൽ അവർ ചോദിച്ചിരിക്കുന്ന ക്രൈറ്റീരിയയിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ ഓർ സിവിൽ എഞ്ചിനീയറിംഗിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ എക്സ്പീരിയൻസ് അവർ പറയുന്നത് 5 to 6 years എക്സ്പീരിയൻസ് ഓൺ BMI മോഡലിംഗ് എക്സ്പീരിയൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ ഡിസൈൻ കൺസൾട്ടൻസിയിൽ ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. ദെൻ അവർക്ക് തന്നെ സെയിം ഒരു ഇന്റീരിയർ ഫിറ്റ് ഔട്ട് CAD ഡ്രാഫ്റ്റ്മാന്റെ വേക്കൻസി ഉണ്ട്. അത് വന്നിരിക്കുന്നത് ദുബായിലോട്ടാണ്. ദെൻ അതിലും അവർ സെയിം ക്വാളിഫിക്കേഷൻ ആണ്, ഡിഗ്രി ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ ഓർ സിവിൽ എഞ്ചിനീയർ ആണ്. ദെൻ എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് 4 to 5 years ഇന്റീരിയർ ഫിറ്റ് ഔട്ട് ഡ്രാഫ്റ്റിംഗിലാണ് ചോദിച്ചിരിക്കുന്നത്.
ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ CV വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയക്കാവുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു വേക്കൻസി ജൂനിയർ ഇന്റീരിയർ ഡിസൈനർ ഓർ ആർക്കിടെക്റ്റിന്റെ വേക്കൻസിയാണ്. അത് കമ്പനി വന്നിട്ട് ഇമ്പീരിയൽ ആർക്ക് എന്ന് പറയുന്നതാണ് കമ്പനിയുടെ നെയിം. അവരുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്റീരിയർ ഡിസൈനിങ് ഓർ ആർക്കിടെക്ചർ ആണ്. അത് ലൊക്കേഷൻ അവർ പറയുന്നത് ദുബായ് ആണ്. ഇതിൽ കമ്പനിയിൽ അവർക്ക് ഈ ഒരു പൊസിഷനിലെ റിക്വയർമെന്റ്സ് പറയുന്നത് ബാച്ചുലർ ഡിഗ്രി ഇൻ എ റെലവന്റ് ഡിസൈൻ ഓർ ആർക്കിടെക്ചർ ഫീൽഡിലാണ് പറയുന്നത്. ഏതാണെങ്കിലും ബാച്ചുലർ ഡിഗ്രി ഒക്കെയാണ്. ദെൻ 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഇന്റീരിയർ ഡിസൈൻ ഓർ ആർക്കിടെക്ചർ പ്രോജക്ട്സ് ആണ് പറയുന്നത്. ദെൻ പ്രൊഫഷൻസി പറയുന്നുണ്ട് 3ds മാക്സ്, സ്കെച്ചപ്പ്, ലൂമിനൻ, ഓട്ടോകാഡ്, D5 ആൻഡ് V-Ray ഇതിലെ പ്രൊഫഷൻസി ഉള്ളവരെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ദെൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടീം വർക്ക്, അഡാപ്റ്റബിലിറ്റി ഒക്കെ ഉള്ളവരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ദെൻ ഒരു കാര്യം അവരെടുത്ത് പറയുന്നുണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് ഒക്കേഷണലിയൊക്കെ ട്രാവൽ ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം ആൻഡ് ഫ്ലെക്സിബിൾ അവേഴ്സിൽ വർക്ക് ചെയ്യാനും വില്ലിങ് ആയിരിക്കണം. ദെൻ ഇവർക്ക് മെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഒരു ആർക്കിടെക്റ്റിൻ്റെതാണ്. അത് 3+ years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ഇതിൽ ചോദിക്കുന്നത്. അതിൽ ലൊക്കേഷൻ വന്നിട്ട് DIP ദുബായിലോട്ടാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. ഫുൾ ടൈം ജോബാണ് അത്. ഇതിൽ നമുക്ക് അവർ കൂടുതൽ റിക്വയർമെന്റ് പറയുന്നത് ബാച്ചിലേഴ്സിനെ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ഉള്ളവരെയാണ് പറയുന്നത്. ഇതിൽ മിനിമം 3 years ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ദെൻ പ്രൊഫഷൻസി ഇൻ ഓട്ടോകാഡ്, സ്കെച്ചപ്പ് ആൻഡ് അഡോബ് ക്രിയേറ്റീവ് സ്യൂട്ട്, ഫോട്ടോഷോപ്പ്, ഇൻ ഡിസൈൻ, ഇലുസ്ട്രേറ്റർ ഇതൊക്കെ അവർ കൂടുതലും പറയുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബയോഡാറ്റ നമ്മുടെ കാര്യങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട് ഒരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു വാട്സപ്പ് നമ്പറും ഉണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ അയക്കാം, അല്ലെങ്കിൽ മെയിലും അയക്കാവുന്നതാണ്. നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന വേക്കൻസി ഒരു അസൂർ സൊല്യൂഷൻ ആർക്കിടെക്റ്റിന്റെ വേക്കൻസിയാണ്. അത് ലൊക്കേഷൻ വന്നിട്ട് ദുബായിൽ ഓൺസൈറ്റ് ആണ് അവർ പറയുന്നത്. ഇതിൽ നമുക്ക് അവരൊരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. ഈ മെയിൽ ഐ ഡിയിലോട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡാറ്റ കാര്യങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ അതിന്റെ കൂടെ സബ്ജക്റ്റ് ലൈന് ആപ്ലിക്കേഷൻ ഫോർ ദ പൊസിഷൻ ഫോർ എ ദെൻ ഈ അസൂർ സൊല്യൂഷൻ ആർക്കിടെക്ട് എന്ന് കൊടുത്തതിന് ശേഷം കോമ ഇട്ടിട്ട് ദുബായ് ഓൺ സൈറ്റ് എന്നും വെക്കണം സബ്ജക്ട് ലൈനിൽ. അപ്പം ഇതുപോലെ വേണം സബ്ജക്ട് ലൈനിൽ മെൻഷൻ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വേക്കൻസീസ് വന്നിരിക്കുന്നത്. അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള വേക്കൻസീസ് ലിസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസിയുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഉടൻ തന്നെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.